മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. ജൂൺ 1 വരെയാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കൂടുതൽ വിശദാംശങ്ങൾ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ജൂൺ 1 വരെയാണ് ഇടക്കാല ഇളവ് നൽകിയിട്ടുള്ളത്. ജൂൺ 2-ന് തിഹാർ ജയിലിൽ കീഴടങ്ങണം, തിരിച്ച് ഹാജരാകണമെന്ന നിർദ്ദേശം സുപ്രീംകോടതി അരവിന്ദ് കെജ്രിവാളിന് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട വാദം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. വാദം നടക്കവേ ഡൽഹി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലൊപ്പം ആം ആദ്മിയുടെ കൺവീനർ എന്നുള്ള രീതിയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ, ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അനുമതി നൽകണമെന്ന പ്രത്യേക അപേക്ഷ അരവിന്ദ് കെജ്രിവാൾ ഹർജിയോടൊപ്പം മുൻപോട്ട് വെച്ചിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ഇത്തരത്തിലൊരു ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് നൽകിയിട്ടുള്ളത്. തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്നാൽ കേസുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളോ ഇടപെടലുകളോ ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരെ ജാമ്യം അനുവദിക്കണം എന്നുള്ളതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വെച്ചത്. എന്നാൽ ജൂൺ 1 വരെ ജാമ്യം നൽകിയാൽ മതി എന്നുള്ള നിരീക്ഷണമാണ്, അതായത് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് വരെയും ജാമ്യം നൽകിയാൽ മതി എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് നടത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ 1 വരെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത്. നിലവിൽ ആം ആദ്മിക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഊർജിതമാക്കുന്ന ഡൽഹിയിലും പഞ്ചാബിലും ഡൽഹിയിൽ ഈ മാസം 25-നാണ് ഈ 7 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഞ്ചാബിൽ 13 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ ജൂൺ 1-നാണ് നടക്കുന്നത്. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകും. തീർച്ചയായും ഡൽഹിയിലും പഞ്ചാബിലും ഒപ്പം പ്രതിപക്ഷ മുന്നണിയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ യോഗങ്ങളിലും അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കും. അതിനാണ്